മരണം മാത്രം മോചനമായിട്ടുള്ള ഒരിടം. ചുറ്റും മരവിപ്പിക്കുന്ന വെള്ളം, വിശന്നു വലയുന്ന സ്രാവുകൾ, പിന്നെ കണ്ണുവെട്ടിക്കാനാവാത്ത തോക്കുധാരികളായ കാവൽക്കാർ. ഇതായിരുന്നു ആൽക്കട്രാസ്, അമേരിക്കയുടെ ദ റോക്ക് എന്നറിയപ്പെടുന്ന നരക ജയിൽ. ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് സാക്ഷാൽ FBI പോലും അസാധ്യമെന്ന് വിധിയെഴുതിയ ഒന്നായിരുന്നു. എന്നാൽ 1962 ജൂൺ മാസത്തിലെ ആ രാത്രി ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടു. സാൻ ഫ്രാൻസിസ്കോ കടലിടുക്കിലെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ നരകവാതിൽ എന്ന് വിളിക്കപ്പെടുന്ന ആൽക്കട്രാസ് ജയിലിന്റെ മതിലുകൾക്കുള്ളിൽ നിന്ന് 3 തടവുകാർ രക്ഷപ്പെട്ടിരിക്കുന്നു. സർ, സെൽബി 150, 152, 154 അവരവിടെയില്ല. അവർ ഉറങ്ങുകയാണെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അത് വെറും ഡമ്മികളാണ്. വളരെ വലിയൊരു ഞെട്ടലോടുകൂടിയായിരുന്നു ഉദ്യോഗസ്ഥർ ആ വാർത്തയറിഞ്ഞത്. FBI തോറ്റയിടം, സമുദ്രം തോറ്റയിടം. ഇത് ജോൺ ആംഗ്ലിൻ, ക്ലാരൻസ് ആംഗ്ലിൻ, ഫ്രാങ്ക് മോറിസ് എന്നിവരുടെ മാസങ്ങൾ നീണ്ട മാസ്റ്റർ പ്ലാനിന്റെ കഥയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജയിൽ ചാട്ടത്തിന്റെ കഥ. ദി എസ്കേപ്പ് ഫ്രം ആൽക്കട്രാസ്. എങ്ങനെയായിരിക്കും ഇവർ ഈ ജയിൽ ചാടിയത്? എങ്ങനെയായിരിക്കും ഇവരുടെ ആ മാസ്റ്റർ പ്ലാൻ? അതൊക്കെ പോട്ടെ, അവർ പൂർണ്ണമായും ഇതിൽ വിജയിച്ചു കാണുമോ? അല്ലെങ്കിൽ തിരമാലകൾ അവരെ വിഴുങ്ങിക്കാണുമോ? ജയിൽ ചാട്ടം കഴിഞ്ഞുള്ള പിറ്റേ ദിവസം വിവരമറിഞ്ഞ FBI ദ്വീപിലെത്തി. ഉടനെ തന്നെ അവർ തീരങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു. ശക്തമായൊരു അന്വേഷണമായിരുന്നു അത്. എന്നാൽ തെളിവുകളായി ഒന്നും തന്നെ അവർക്ക് ഈ ദ്വീപിലെ കടൽ തീരത്തു നിന്നും ലഭിച്ചില്ല. എന്നാൽ ലഭിച്ചത് കടലിൽ നിന്നുമായിരുന്നു. ദ്വീപിൽ നിന്നും 200 മീറ്റർ അകലെ കടലിൽ നിന്നും അവർക്കൊരു തെളിവ് ലഭിച്ചു. പ്രതികൾ ഉപയോഗിച്ച ചങ്ങാടമായിരുന്നു അവർക്ക് ലഭിച്ചത്. അപ്പോൾ അത്രയും ദൂരം വരെ പ്രതികൾ എത്തിയിട്ടുണ്ടെന്ന് FBI ഉറപ്പിച്ചു. ഒന്നുകിൽ പ്രതികൾ അവിടമെത്തിയപ്പോൾ ചങ്ങാടം ഉപേക്ഷിച്ചു കടന്നിട്ടുണ്ടാകാം, അതുമല്ലെങ്കിൽ അവിടെ വെച്ച് അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ FBI തിരച്ചിൽ ശക്തമാക്കി. ജയിലിനുള്ളിലുള്ള തിരച്ചിലും അവർ വ്യാപിപ്പിച്ചു. പ്രതികളുടെ സെല്ലുകൾ അവർ പരിശോധിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അവർ ആ തുരങ്കങ്ങൾ കണ്ടുപിടിച്ചു. ശേഷം ജയിലിലെ എല്ലാ സെല്ലുകളും അവർ പരിശോധിക്കുവാൻ ആരംഭിച്ചു. അപ്പോഴാണ് അതവർ കണ്ടത്. അവർ 3 പേരുടെയും സെല്ലുകളിലുള്ള അതേ തുരങ്കം മറ്റൊരു സെല്ലിലും. അലൻ വെസ്റ്റ് എന്ന ആളുടെ സെല്ലായിരുന്നു അത്. ഉടൻ തന്നെ അലൻ വെസ്റ്റിനെ അവർ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അലൻ വെസ്റ്റിനെ FBI ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. ഫ്രാങ്ക് മോറിസ് എവിടെ? അവരെങ്ങോട്ടാണ് പോയത്? അവർ രക്ഷപ്പെട്ടു കാണും. ഈ നരകത്തിൽ നിന്ന് അവർ പോയി. കഥ പറയരുത് മിസ്റ്റർ വെസ്റ്റ്. ഇതെങ്ങനെ തുടങ്ങി? ആര് പ്ലാൻ ചെയ്തു? അങ്ങനെ അലൻ വെസ്റ്റ് ദീർഘശ്വാസം വിട്ടു, കണ്ണുകൾ അടച്ചു, എല്ലാ സത്യങ്ങളും പറയാൻ തുടങ്ങി. എല്ലാം തുടങ്ങിയത് ആ ഡിസംബർ മാസത്തിലാണ്. ഒരു തമാശ പോലെയാണ് തുടങ്ങിയത്, പക്ഷേ അതൊരു ഭ്രാന്തമായ പദ്ധതിയായിരുന്നു. അന്നാണ് ഞങ്ങൾ 4 പേരും ഇതിന്റെ പ്ലാനിംഗ് തുടങ്ങുന്നത്. മറ്റൊരു ജയിലിൽ വെച്ച് സുഹൃത്തുക്കളായതാണ് ഞങ്ങൾ. ഫ്രാങ്ക് മോറിസ്, അവനായിരുന്നു ഇതിന്റെ തലച്ചോറ്. പ്ലാനിങ്ങിന്റെ ആദ്യ പടി എന്നത് ഭിത്തിത്തുരക്കലായിരുന്നു. അതിനായി ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്ത വഴി ജയിൽ മെസ്സിൽ നിന്നും സ്റ്റീൽ സ്പൂണുകൾ മോഷ്ടിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്പൂണുകൾ ഉപയോഗിച്ച് ഭിത്തി തുരക്കുവാൻ ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. എന്നാൽ അതിന്റെ ഫലമെന്നത് വളരെ കുറവായിരുന്നു. ഈയൊരു രീതിയിൽ പോയാൽ ഉദ്ദേശിച്ച സമയത്ത് പുറത്തിറങ്ങുവാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശേഷം മറ്റൊരു മാർഗത്തിനായി ആലോചിച്ചു തുടങ്ങി. അങ്ങനെയാണ് ജയിലിലെ വർക്ക്ഷോപ്പിന്റെ കാര്യം ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. വർക്ക്ഷോപ്പിൽ നിന്നും ചെറിയ മൂർച്ചയുള്ള മെറ്റൽ കഷ്ണങ്ങൾ ഞങ്ങൾ മോഷ്ടിക്കുവാൻ ആരംഭിച്ചു. പിന്നീടുള്ള ഞങ്ങളുടെ തുരക്കൽ അവ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. തുരന്നതിന് ശേഷമുള്ള മണ്ണ് ഓരോ ദിവസവും കളഞ്ഞിരുന്നു. അവയെല്ലാം വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു കളഞ്ഞിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ വലിയ രീതിയിലുള്ള ഫലം ഞങ്ങൾക്കപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർക്ക്ഷോപ്പിലെ ഒരു വാക്വം ക്ലീനർ മോറിസിന്റെ കണ്ണിൽപ്പെടുന്നത്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അവൻ അതിന്റെ മോട്ടോർ വേർപെടുത്തി. സെക്യൂരിറ്റി ക്യാമറകളുടെ കണ്ണുവെട്ടിച്ച് കാവൽക്കാരുടെ ശ്രദ്ധ തിരിച്ച് അത് സെല്ലിനുള്ളിലെത്തിച്ചു. അതീവ സുരക്ഷയുള്ള ആ ഇരുമ്പഴിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് മോറിസ് ആ മോട്ടോറിനെ ഉടച്ചു വാർത്തു. ഒടുവിൽ ഭിത്തികൾ തുരക്കാൻ കെൽപ്പുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനായി അത് രൂപം മാറി. അങ്ങനെ ഡ്രിൽ ഉപയോഗിച്ച് തുരക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ വെല്ലുവിളികൾ അവസാനിച്ചിരുന്നില്ല.
ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴുള്ള ആ ശബ്ദം, അത് പുറം ലോകം കേൾക്കരുത്. ജയിൽ ഭിത്തികൾക്കും കാവൽക്കാർക്കും അപ്പുറം ആ ശബ്ദമെത്താതെ നോക്കണം. അവിടെയാണ് ഞങ്ങൾ പുതിയൊരു തന്ത്രം മെനഞ്ഞത്. ജയിൽ നിയമങ്ങൾ. ചിലപ്പോൾ അതൊരു അനുഗ്രഹമാണ്. ഓരോ ദിവസവും കിട്ടുന്ന ആ 1 മണിക്കൂർ മ്യൂസിക് അവർ. തടവുകാർക്ക് ആർത്തു വിളിക്കാം, വാദ്യോപകരണങ്ങൾ മീട്ടാം. മോറിസ് തന്റെ അക്കോർഡിയൻ കയ്യിലെടുത്തു. സംഗീതത്തിന്റെ ആ വലിയ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ആരും കേൾക്കാതെ ഞങ്ങളുടെ ഡ്രില്ലിംഗ് മെഷീൻ പ്രവർത്തിച്ചു തുടങ്ങി. ഏകദേശം 6 മാസത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ 4 പേരുടെ സെല്ലിലും തുരങ്കം പൂർത്തിയായി. അങ്ങനെ ഒരു രാത്രി ഞങ്ങൾ ചാടുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ 4 പേരും തുരങ്കം വഴി കെട്ടിടത്തിന് പുറത്തെത്തി. ഈ കെട്ടിടത്തിന് സമീപത്തായി മറ്റൊരു കെട്ടിടം തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനിടയിലെ സ്ഥലം എന്നത് പോലീസുകാർ അധികം ശ്രദ്ധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു വർക്ക്ഷോപ്പ് ഞങ്ങളുണ്ടാക്കി. ശേഷം ഞങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് കെട്ടിടത്തിന്റെ മുകളിലെത്തി. എന്നാൽ മുകളിലെത്തുമ്പോൾ സ്വാതന്ത്ര്യം തൊട്ടടുത്തെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ അവിടെ കണ്ട കാഴ്ച ഞങ്ങളെ തളർത്തിക്കളഞ്ഞു. ചുറ്റും ഉയർന്നു നിൽക്കുന്ന വാച്ച് ടവറുകൾ, അതിനു മുകളിൽ ഇരുളിലും തിളങ്ങുന്ന തോക്കുകളുമായി കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കുന്ന ഗാർഡുകൾ, ആകാശത്തെ കീറിമുറിക്കുന്ന സെർച്ച് ലൈറ്റുകൾ. ഞങ്ങളൊരു കെണിയിലകപ്പെട്ടതുപോലെ തോന്നി. ജയിൽ ചാടുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് ഞങ്ങൾക്കതിലൂടെ മനസ്സിലായി. ഇനി അഥവാ ചാടിയാൽ തന്നെ ആ കടൽ നീന്തിക്കടക്കുക എന്നതും സാധ്യമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിശക്തമായ തിരമാലകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരും അന്ന് തന്നെ തിരിച്ച് സെല്ലിലേക്കെത്തി. പിന്നീടുള്ള ഞങ്ങളുടെ ചിന്ത ഒരു ചങ്ങാടം മോഷ്ടിക്കുക എന്നതായിരുന്നു. അതിനായി ഞങ്ങൾ തിരച്ചിൽ ആരംഭിച്ചു. പല വഴി തിരഞ്ഞുവെങ്കിലും ഒരു ചങ്ങാടം പോലും ഞങ്ങൾക്ക് കണ്ടെത്തുവാനായില്ല. പ്രതീക്ഷകൾ അസ്തമിച്ച ആ നിമിഷത്തിലാണ് മോറിസ് വീണ്ടും അവതരിക്കുന്നത്. അവന്റെ കണ്ണുകളിൽ പഴയ ആ വാശിയുണ്ടായിരുന്നു. ശാന്തനായി അവൻ ആ ചോദ്യമെറിഞ്ഞു: നമുക്കെന്തുകൊണ്ട് സ്വന്തമായി ഒരു ചങ്ങാടം നിർമ്മിച്ചുകൂടാ? പക്ഷേ എങ്ങനെ? 4 വശവും കടലിനാൽ ചുറ്റപ്പെട്ട, കണ്ണിൽ കണ്ടതെല്ലാം പരിശോധിക്കുന്ന ഗാർഡുകളുള്ള ഈ നരകത്തിൽ ഒരു ചങ്ങാടമുണ്ടാക്കുക എന്നത് അസംഭവ്യമായിരുന്നു. കയ്യിലൊന്നുമില്ല, സഹായത്തിനാരുമില്ല. പക്ഷേ മോറിസിന്റെ മനസ്സിൽ ആ അസാധ്യമായ പദ്ധതി അപ്പോഴും രൂപപ്പെടുന്നുണ്ടായിരുന്നു. ജയിലിലെ പ്രതികൾക്ക് മഴക്കാലത്ത് കൊടുത്തിരുന്ന ഒരുതരം മഴക്കോട്ടുണ്ട്. റബ്ബർ കൊണ്ടുള്ള ഒരു മഴക്കോട്ടാണത്. ആ കോട്ട് ഞങ്ങൾ പലരിൽ നിന്നും പതിയെ മോഷ്ടിക്കുവാൻ ആരംഭിച്ചു. സഹതടവുകാരുടെ കണ്ണുവെട്ടിച്ച്, കാവൽക്കാരുടെ ശ്രദ്ധ തിരിച്ച് 50ഓളം മഴക്കോട്ടുകൾ ഞങ്ങൾ ഞങ്ങളുടെ രഹസ്യ വർക്ക്ഷോപ്പിലെത്തിച്ചു. കോട്ടുകൾ ഓരോന്നായി ചേർത്തു തുന്നി ഞങ്ങളൊരു വലിയ ചങ്ങാടം നിർമ്മിച്ചു. തുന്നലായതുകൊണ്ട് തന്നെ അതിൽ വെള്ളം കയറുവാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിലത് പെടുന്നത്. അടുക്കളയിൽ നിന്നും പുക വരുന്ന പൈപ്പ്. ഞങ്ങൾ തുന്നിയ ഭാഗങ്ങളെല്ലാം കുറേ നേരം പൈപ്പിൽ ചേർത്തുവെച്ചു. പൈപ്പിന് ചൂടുള്ളത് കാരണം അവസാനം അത് ഉരുകുവാൻ ആരംഭിച്ചു. ഓരോ ഹോളും അടഞ്ഞു. അതോടെ ആ റബ്ബർ പാളികൾ ഒന്നായി മാറി. അങ്ങനെ ചങ്ങാടത്തിന്റെ പണി പൂർത്തിയായി. ചങ്ങാടത്തിൽ എയർ നിറയ്ക്കാനായി ഞങ്ങൾ മോറിസിന്റെ മ്യൂസിക് ഇൻസ്ട്രുമെന്റായ അക്കോർഡിയനാണ് ഉപയോഗിക്കുവാൻ തീരുമാനിച്ചത്. അങ്ങനെ ജൂൺ 11 രാത്രി ഞങ്ങൾ ചാടുവാൻ തീരുമാനിച്ചു. അന്ന് ഞങ്ങൾ പതിവിലും നേരത്തെ ഉറങ്ങാൻ കിടന്നു. പക്ഷേ ഞങ്ങളുടെ ബെഡുകളിൽ കിടന്നത് ഞങ്ങളായിരുന്നില്ല. സോപ്പും പേപ്പറും കൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച കൃത്രിമ തലകളായിരുന്നു. പുതപ്പിനടിയിൽ ആൾരൂപങ്ങൾ കണ്ട് ഗാർഡുകൾ ഒന്നും അറിയാതെ നടന്നു നീങ്ങി. സമയം 12:30 തുരങ്കത്തിന്റെ മറുപുറത്ത് എത്തണം. അതായിരുന്നു ലക്ഷ്യം. പക്ഷേ കാലം എനിക്കായി കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു. എന്റെ സെല്ലിലെ തുരങ്കം മൂടിയ ഗ്രില്ല് തുറക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഞാനത് വലിച്ചു. മിനിറ്റുകൾ, സെക്കൻഡുകൾ പോലെ പാഞ്ഞുപോയി. അതിനായി അരമണിക്കൂർ എനിക്ക് ചിലവഴിക്കേണ്ടി വന്നു. അതേസമയം അവർ പ്ലാൻ പ്രകാരം നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയത്തിനു ശേഷം അവർ തുരങ്കം വഴി മുകളിലെത്തി. പക്ഷേ ഞാൻ മുകളിലെത്തിയപ്പോഴേക്കും അവർ പോയിരുന്നു. വിജനമായ ആ കെട്ടിടത്തിനു മുകളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഞാൻ തനിച്ചായി. അങ്ങനെ ചോദ്യം ചെയ്യലിൽ അലൻ വെസ്റ്റ് എല്ലാം ഏറ്റുപറഞ്ഞു. ചോദ്യം ചെയ്യലിനോട് വളരെയധികം സഹകരിച്ചതുകൊണ്ടാകാം അലൻ വെസ്റ്റിനെ കൂടുതലായൊന്നും FBI ശിക്ഷിച്ചില്ല. പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തിന് ആ അപമാനം അത്ര പെട്ടെന്ന് മായ്ക്കാനാവില്ലായിരുന്നു. FBI രംഗത്തിറങ്ങി. ആകാശവും കടലും അവർ അരിച്ചുപെറുക്കി. പക്ഷേ ഒരു മണൽത്തരി പോലും അവർക്ക് ഉത്തരമായി ലഭിച്ചില്ല. ഒടുവിൽ ലോകത്തിനു മുന്നിൽ നാണം കെടാതിരിക്കാൻ FBI ആ വിധി പ്രസ്താവിച്ചു. അവർ രക്ഷപ്പെട്ടിട്ടില്ല. കടൽ അവരെ വിഴുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ആ വർത്തമാനം പത്രങ്ങളും ജനങ്ങളും തള്ളിക്കളഞ്ഞു. അൽക്കാട്രാസിന്റെ പരാജയം മറച്ചുവെക്കാൻ FBI കളിക്കുന്ന നാടകമാണതെന്ന് ലോകം വിളിച്ചു പറഞ്ഞു. സമ്മർദ്ദങ്ങൾ ഏറിയപ്പോൾ തിരച്ചിൽ വീണ്ടും തുടർന്നു. 1 മാസത്തിനു ശേഷം കടലിൽ നിന്നൊരു ശവശരീരം ലഭിച്ചു. പക്ഷേ
ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന ഒരു ശരീരത്തിന്റെ യാതൊരു ലക്ഷണവും അതിനുണ്ടായിരുന്നില്ല എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. അത് ആ തടവുകാരല്ലായിരുന്നു. ദുരൂഹതകൾ വീണ്ടും കനത്തു. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 17 വർഷത്തിനു ശേഷം, അതായത് 1979-ൽ തെളിവുകളൊന്നും ലഭിക്കാതെ FBI കേസ് അവസാനിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അരനൂറ്റാണ്ടിന്റെ മൗനം. 2013-ൽ സാൻ ഫ്രാൻസിസ്കോയിലെ FBI ഓഫീസിലേക്ക് ഒരു അജ്ഞാത കത്ത് ലഭിച്ചു. ജോൺ ആംഗ്ലിനാണ് ആ കത്തെഴുതിയത് എന്നാണ് കത്തിൽ പറയുന്നത്. ക്ലാരൻസ് ആംഗ്ലിൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. മോറിസും മരിച്ചു. ഞാനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് 81 വയസ്സായി. ഞാനിപ്പോൾ ക്യാൻസർ ബാധിതനാണ്. ഞാൻ പോലീസിന് കീഴടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ 2 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. ക്യാൻസർ എന്റെ ശരീരത്തെ കാർന്നു തിന്നുന്നു. എനിക്ക് ചികിത്സ വേണം. 1 വർഷത്തെ തടവു ശിക്ഷ മാത്രം ഉറപ്പു നൽകിയാൽ ഞാൻ കീഴടങ്ങാം. പക്ഷേ FBI അത് രഹസ്യമായി വെച്ചു. 4 വർഷത്തിനു ശേഷം അവർ അത് പുറത്തുവിട്ടപ്പോഴേക്കും ആ കയ്യക്ഷരത്തിന്റെ ഉടമ അജ്ഞാതനായി കഴിഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് മറ്റൊരു വാർത്ത എത്തുന്നത്. ബ്രസീലിൽ ഫാം നടത്തുന്ന 2 പേർക്ക് ജയിൽ ചാടിയവരുമായി മുഖസാദൃശ്യമുണ്ടെന്നാണ് വാർത്ത. വിവരം ലഭിച്ച ഉടൻ US മാർഷൽ ഏജന്റ് വേഷം മാറി അവിടേക്ക് തിരിച്ചു. എന്നാൽ അവിടെ അന്വേഷിച്ചപ്പോൾ അവർക്ക് ലഭിച്ച വിവരം ആ 2 പേർ 2 വർഷം മുൻപ് തന്നെ അവിടം വിട്ടു എന്നതാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് ആകെ ലഭിച്ചത് അവരുടെ കുറച്ച് പഴയ ഫോട്ടോഗ്രാഫുകൾ മാത്രമായിരുന്നു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം 2020 ജനുവരി ആയപ്പോൾ മറ്റൊരു വാർത്ത രംഗത്തെത്തി. അന്ന് ബ്രസീലിൽ നിന്നും അവർ ശേഖരിച്ച ഫോട്ടോഗ്രാഫ്സും ജയിലിലെ അവരുടെ ഫോട്ടോഗ്രാഫ്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ രണ്ടും ഒന്നു തന്നെയാണെന്ന് തെളിഞ്ഞു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അത് തെളിഞ്ഞു. അവർ മരിച്ചിട്ടില്ല. ആ അർദ്ധരാത്രിയിൽ ആർത്തലച്ച കടലിനെ അവർ തോൽപ്പിച്ചു. അമേരിക്കൻ ഭരണകൂടത്തെയും അവരുടെ സുരക്ഷാ സന്നാഹങ്ങളെയും 6.5 പതിറ്റാണ്ടോളം അവർ നോക്കി പരിഹസിച്ചു. ബ്രസീലിലെ വിജനമായ ഏതോ ഫാമിൽ ആർക്കുമറിയാത്ത മറ്റൊരു പേരിൽ അവർ പുതിയൊരു ജീവിതം പടുത്തുയർത്തുകയായിരുന്നു. അൽക്കാട്രാസ്, തകർക്കാനാവാത്ത കോട്ടയെന്ന് അമേരിക്ക വിശ്വസിച്ചിരുന്ന ആ ജയിൽ ഒടുവിൽ ആ 3 പേർക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി ആ ദ്വീപിന്റെ ഭിത്തികൾ ഭേദിച്ചവർ ജീവനോടെ കരതൊട്ടു. അൽക്കാട്രാസിന്റെ ഇതിഹാസം അവിടെ പൂർത്തിയാകുന്നു. ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ തിരോധാനം, ഏറ്റവും വലിയ അതിജീവനം.